ഹായ് ഗായ്സ്, ഞങ്ങളൊന്ന് ഫോർട്ടുചേരിയ പോയതാണ്. കുമ്പളങ്ങി ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഞങ്ങളിപ്പോൾ അമരാവതി സ്റ്റോപ്പിലിറങ്ങി ഷോപ്പിലേക്ക് നടക്കുവാണ്. നല്ല വെയിലുണ്ട്. ഒരു ലസ്സി കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ചൂട് കാരണം തന്നെ വണ്ടികളും ആൾക്കാരൊക്കെ റോഡിൽ നല്ല കുറവാണ്. ഗായ്സ്, ആ കാണുന്ന കുപ്പിയുടെ ഷേപ്പിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടോ? വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് എല്ലായിടത്തും ഒരു ഇത് വച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാരുടെ നല്ല മനസ്സ് കാരണം എല്ലാം താഴത്താണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നടന്ന് ആൽത്തറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് നന്നാക്കുന്ന ഒരു കടയുണ്ട്. നമ്മുടെ ലസ്സി കടയുടെ മുമ്പിലായിട്ടൊരു വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതിൽ വന്ന ചേട്ടൻ ലസ്സി കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. രമ്യ വേദുവിന് നെയ്യ് വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഓർഡർ ചെയ്ത് ലസ്സി എത്തിയിട്ടുണ്ട്. വെയിലത്തുനിന്ന് വന്ന് കയറിയോണ്ട് തന്നെ ലസ്സിക്ക് പതിവിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ലസ്സിയും കുടിച്ച് ഷോപ്പിലോട്ട് നടക്കുകയാണ്. അനു മച്ചും കൂടി ബാക്കിൽ കത്തി വെച്ച് വായ നോക്കിയാണ് നടക്കുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്നിലോട്ട് നടന്നു. ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ 5 രൂപ കടി കിട്ടുന്ന കടയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും മോടി എൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് അച്ചു പറയട്ടെ. നമ്മളിപ്പോൾ MSC ബാങ്കിൻ്റെ ഫ്രണ്ടിൽ കൂടിയിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ റോട്ടിൽ വാഹനങ്ങളോ ആളുകളോ ഒന്നുമില്ല. എല്ലാം ശാന്തമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മളിത് ഷോപ്പിലോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റെൻറ്റിന് ഡ്രസ്സും ഓർണമെൻറ്റ്സും കിട്ടുന്ന കടയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. എന്നിട്ട് അതൊന്നും കാര്യമില്ല, എല്ലാവരും വന്നു നോക്കുന്നത് നമ്മുടെ കടയിലാണ്. അന്ന് ആ കടക്കാർക്ക് ഒരു ബോർഡ് വെച്ചാൽ മതി, അതവരില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇനിയിപ്പോൾ നാളെ